കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷം അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എസ്എഫ്ഐയുടെ മാർച്ച് തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹനൻ കുന്നുമ്മൽ, വി.സി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരുടെ കാവ്യവൽക്കരണ നടപടികൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അതിൽ ഇന്ന് ശില്പശാല സംസ്കൃത വകുപ്പ് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ശില്പശാലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും, പുറമെ എസ്എഫ്ഐ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വി.സി ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. പ്രതിഷേധമുണ്ടാകും. ഇന്നത്തെ പരിപാടിയിൽ നിന്ന് ശില്പശാല ബഹിഷ്കരിക്കും എന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ അറിയിച്ചതാണ്. അത് പ്രതിഷേധം വകവയ്ക്കാതെയാണ് ഗവർണർ ഇപ്പോൾ കേരള ആസ്ഥാനത്തേക്ക് അല്പസമയം മുമ്പ് എത്തിയത്. മാർച്ച് എസ്എഫ്ഐ ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം സർവകലാശാല വി.സി ആയി മോഹനൻ കുന്നുമ്മൽ നിയമിക്കപ്പെടുന്നത് അതിന് പറ്റുന്ന ഒരാളല്ല എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങളുണ്ട്. എന്നിട്ടും ആ സ്ഥാനത്തേക്ക് അദ്ദേഹം പ്ലേസ് ചെയ്യപ്പെടുന്നതിലുള്ള വിമർശനങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവർണറുടെ ആളായി മോഹനൻ കുന്നുമ്മൽ പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. സുലേഖ വിവരങ്ങൾ നൽകാനുണ്ട്. സുലേഖ, ഈ മാർച്ച് തുടങ്ങിയോ? മാർച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. മാർച്ചിൽ വലിയ രീതിയിലുള്ള പോലീസുമായുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 തവണ എസ്എഫ്ഐ പ്രവർത്തകരെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എസ്എഫ്ഐ പ്രതിഷേധം നടത്തുന്നത് കൃത്യമായും ബി.സിക്കെതിരെയാണ്. ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ സത്യപ്രതിജ്ഞ നടത്താൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഇത്തരത്തിൽ ബി.സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനെതിരെയാണ് എസ്എഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും യൂണിവേഴ്സിറ്റി എസ്എഫ്ഐ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പരിപാടി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രാധാന്യം ഏറെ ഉള്ളത്. ഈ ഗവർണറുടെ നോമിനി ആയിട്ടാണ് മോഹനൻ കുന്നുമ്മൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ മോഹനൻ കുന്നുമ്മലിനെതിരെ വന്നിരുന്നു. ഈ മോഹനൻ കുന്നുമ്മൽ തീർച്ചയായും ഇത്തരത്തിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സർവകലാശാല വി.സി ആയി സ്ഥാനമേറ്റതെന്നടക്കമുള്ള ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ ഈ ഗവർണർ 2ാം തവണ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എസ്എഫ്ഐയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഗവർണർക്കെതിരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ എസ്എഫ്ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗവർണർ 2ാമത്തെ തവണയാണ് ഗവർണർ ചുമതല ഏറ്റെടുത്ത് ചാൻസലർ പദവി ഏറ്റെടുത്തതിനു ശേഷം 2ാം തവണയാണ് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് സന്ദർശനം നടത്തുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് എസ്എഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യമേറെ ഉയർത്തുന്നത്. എന്തായാലും ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ, സംഘപരിവാർ ആശയങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ അടക്കം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ഗവർണറുടെ നോമിനിയായി വി.സി മോഹനൻ കുന്നുമ്മൽ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ തന്നെയും ഇത്തരത്തിൽ വൈസ് ചാൻസലർ പദവിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി സംഘടന എസ്എഫ്ഐയും അതുപോലെ തന്നെ മറ്റെല്ലാ ഇടതുപക്ഷ സംഘടനകളൊക്കെ തന്നെയും ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് ബി.സിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എസ്എഫ്ഐ പ്രവർത്തകരുടെ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ ഗേറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം യോഗ്യതയില്ലാത്ത ആൾ വി.സി ആയി എന്ന ആരോപണം മാത്രമല്ല, ഗവർണർ നോമിനിയായി ഈ വി.സി പ്രവർത്തിക്കുന്നു. കാവ്യവൽക്കരണ
വിഭാഗത്തിന് അനുഗുണമായ രീതിയിലുള്ള പ്രവർത്തനം രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഗവർണർ തന്റെ നിലപാട് ഒളിച്ചു കടത്താനുള്ള ഒരാളായി VC-യെ കണക്കാക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഗുരുതരമാണ്. തീർച്ചയായും അതിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അകത്ത് ശില്പശാല നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി എത്ര സമയം വരെ നീളും? അല്ല, നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് 1 മണിക്കൂറാണ് ഗവർണറുടെ സമയം യൂണിവേഴ്സിറ്റിക്കകത്ത് നൽകിയിട്ടുള്ളത്. ഈ 1 മണിക്കൂർ സമയം 11:30 മുതൽ 12:30 വരെയാണ് ഇത്തരത്തിൽ ഗവർണറുടെ പരിപാടി. ഈ സംസ്കൃത് നോളജ് സിസ്റ്റത്തിന്റെ 1 ഡേ ഇന്റർനാഷണൽ സെമിനാർ നടക്കുന്നത്. ഇതിന് ശേഷം ഗവർണർ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സമയത്ത് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം VC മോഹനൻ കുന്നുമലിനെതിരെ, കേരള VC മോഹനൻ കുന്നുമലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ SFI പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഈ സത്യപ്രതിജ്ഞയുടെ കാര്യമാണ്. മാസങ്ങളേറെയായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ നടത്താൻ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ അനുവദിക്കാൻ ഇത്തരത്തിൽ VC-യുടെ ഭാഗത്തു നിന്നുള്ളൊരു VC-യുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് SFI ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം SFI സംഘടിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംഘപരിവാർ അനുകൂല സമീപനങ്ങൾ, ഇതിൽ ആണ് ഇത്തരത്തിൽ SFIയുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണറുടെ നോമിയായി തന്നെയാണ് VC മോഹനൻ കുന്നുമൽ ഈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിയതെന്നതാണ് ഈ SFI ആരോപിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് സംഘടനകളും മറ്റ് സിൻഡിക്കേറ്റ് ഇടത് സംഘടനകളും ഒക്കെ തന്നെയും ഇത് തന്നെയാണ് ആരോപിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണർ ഒളിച്ചു കിടക്കുന്ന നോമിനികളായിട്ട് തന്നെയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഇത്തരത്തിൽ ഗവർണറുടെ നോമിനികളായി ഇത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടകൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മോഹനൻ കുന്നുമലിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെയും ഇടതുപക്ഷ അനുകൂല സംഘടനകളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. ഇതിന് തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ SFI നടത്തുന്ന പ്രതിഷേധവും എന്ന് തന്നെയാണ്. അതെ സുലേഖ, ഇതിനു മുൻപും SFI ഗവർണർ തർക്കം മുൻപേ ഉള്ളതാണ്. സ്വാഭാവികമായും പല വിഷയങ്ങളിലുമുള്ള പ്രതിഷേധങ്ങൾ SFI അറിയിച്ച ഘട്ടങ്ങളിലൊക്കെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ സമയത്തൊക്കെ സമചിത്തതയോടുകൂടി അല്ലാതെ പ്രോട്ടോകോൾ പാലിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം, ആ രീതിയിലൊരു ഇടപെടൽ മുൻപേ ഗവർണറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. സ്വാഭാവികമായും 1 മണിക്കൂറാണ് ഈ ശില്പശാലയെങ്കിൽ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രതിഷേധം ശക്തമാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കെ എന്ത് തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, എങ്ങനെയാണ് അവിടെ അത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുകൂടി പറയാം. തീർച്ചയായും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പുറത്ത് SFIയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ SFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ജലപീരങ്കി 2 തവണ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഗവർണർ പുറത്തിറങ്ങുന്ന സമയത്ത് വലിയ രീതിയിൽ ഈ പ്രതിഷേധം ഒന്നുകൂടി ശക്തമാകാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 12:30 വരെയാണ് ഇത്തരത്തിൽ ഗവർണർ സെനറ്റ് ഹാളിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എത്ര മണിക്കൂർ വരെ അല്ലെങ്കിൽ എത്ര സമയം വരെ ഈ ഗവർണർ യൂണിവേഴ്സിറ്റിക്കകത്ത് ചെലവഴിക്കുമെന്നതിൽ ഇപ്പോഴും സംശയം തുടരുന്നുണ്ട്. എന്തായാലും 12:30 വരെയാണ് ഈ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നത്. അതിനുശേഷം ഗവർണർ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പ്രതിഷേധം ശക്തമാകാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതിനൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം അത് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ യൂണിയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ VC അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഉദാസീനത VC മോഹനൻ കുന്നുമലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ VC മോഹനൻ കുന്നുമൽ സ്ഥാനമേറ്റെടുത്തോടുകൂടി കേരള സർവകലാശാല VC സ്ഥാനമേറ്റെടുത്തോടുകൂടി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ
ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മോഹനൻ കുന്നുമലിനെതിരെ വന്നിരുന്നു. ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണറുടെ നോമിനി ആയിട്ടാണ് VC മോഹനൻ കുന്നുമൽ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ സർവകലാശാലകളിലേക്ക് എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതിന് തുടർച്ചയായി തന്നെയാണ് ഈ പരിപാടിയും സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഗവർണർക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഗവർണർ പുറത്തിറങ്ങുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും SFIയുടെ പ്രതിഷേധ പരിപാടികൾ പോവുക എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ SFIയുടെ പ്രതിഷേധങ്ങൾ SFIയുടെ പ്രതിഷേധം മാർച്ച് വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റിന് മുന്നിലാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ പ്രതിഷേധം നടത്തുന്ന SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കകത്ത് കടന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുമോ എന്നുള്ളതിൽ നോക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് VC മോഹനൻ കുന്നുമലിനെതിരെയും അതിനൊപ്പം തന്നെ ഗവർണർക്കെതിരെയും SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ കരിങ്കൊടി പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ ഗവർണർക്കെതിരെ SFIയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. SFI പ്രവർത്തകരെ ഗുണ്ടകൾ എന്ന് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം, ഗവർണർ SFI പ്രവർത്തകരെ ഗുണ്ടകൾ എന്ന് അധിക്ഷേപിക്കുന്ന, വിദ്യാർത്ഥികളെ ഗുണ്ടകൾ എന്ന് അധിക്ഷേപിക്കുന്ന വലിയൊരു സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ തന്നെ SFI പ്രവർത്തകരുടെ ഈ മാർച്ച്, യൂണിവേഴ്സിറ്റി മാർച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്.